ശ്രീനിവാസനാണ് എൻ്റെ ആദ്യത്തെ സിനിമയുടെ തിരക്കഥ എഴുതിയ ആൾ. അദ്ദേഹത്തിൻ്റെ ഒരു വാക്കാണ് ഞാൻ സംവിധായകനാവാൻ കാരണം. അദ്ദേഹം എൻ്റെ അടുത്ത് ഒരു കഥ പറയാൻ വരുന്നു, തിരക്കഥാകൃത്തായിട്ട് അവസരം ചോദിച്ചു വരുന്നു എന്ന് പറഞ്ഞാൽ അത് ആളുകൾ എങ്ങനെ എടുക്കും? ആളുകൾ അത് വിശ്വസിക്കുമോ? അല്ലെങ്കിൽ ആളുകൾ അതിനെ പരിഹരിക്കില്ലേ? മറവത്തൂർ കനവിന് ശേഷം ഞാനും ശ്രീനേട്ടനും ഒരുമിച്ച് ശ്രീനേട്ടൻ തിരക്കഥ എഴുതി ഞാൻ ചെയ്യുന്നൊരു സിനിമ എന്നുള്ളത് എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു. ആ സ്വപ്നം തകർന്നുപോയി. ആ അസിസ്റ്റൻറ്റ് ഡയറക്ടർ, ഫോട്ടോ വെച്ചിക്കാരൻ അസിസ്റ്റൻറ്റ് ഡയറക്ടർ അറിയുന്നില്ല അവൻ ചെയ്ത ഒരു 1.5 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് അവൻ ചെയ്ത ദ്രോഹം എത്ര ക്രൂരമാണെന്നുള്ളത് അവൻ അറിയുന്നില്ല. അത് ശ്രീനേട്ടനെയും ഭയങ്കരമായിട്ട് സങ്കടപ്പെടുത്തി കളഞ്ഞു. പൈസയല്ല പ്രശ്നം, ആ ഒരാളുടെ അധ്വാനം ഉണ്ടല്ലോ, അതിൻ്റെ മീതെ അയാൾ ചെയ്ത ഒരു അധ്വാനം, ഞാൻ കണ്ട സ്വപ്നങ്ങൾ, മറ്റൊരു ടൊവിനോ അതിൻ്റെ മീതെ വെച്ച പ്രതീക്ഷകൾ, അത്രയും പേരുടെ പ്രതീക്ഷകളെയും സ്വപ്നങ്ങളെയാണ് ഒരാളുടെ ചതി തകർത്ത് കളഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തു, അദ്ദേഹത്തിൻ്റെ കൂടെ അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്തു, അദ്ദേഹത്തിൻ്റെ തിരക്കഥ സംവിധാനം ചെയ്തു, അദ്ദേഹം ഞാൻ നിർമ്മിച്ച സിനിമയിൽ അഭിനയിച്ചു, അദ്ദേഹം നിർമ്മിച്ച സിനിമ ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ചിലപ്പോൾ നമ്മൾ ഈ ജന്മങ്ങളിലൊക്കെ വിശ്വസിച്ച് പോകും, പൂർവ്വ ജന്മത്തിൽ അദ്ദേഹവുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ടായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ഡയമണ്ട് നെക്ലസ് ദുബായിലെ ഷൂട്ടിംഗ് കഴിഞ്ഞു. അതിൽ വലിയ സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫഹദിൻ്റെ ആദ്യത്തെ ഒരു ഫുൾ ലെങ്ത് കമേഴ്ഷ്യൽ സിനിമയായിരുന്നു ഡയമണ്ട് നെക്ലസ്. അതിന് മുൻപ്, ഡയമണ്ട് നെക്ലസിന് മുമ്പ് അഭിനയിച്ച സിനിമകളിൽ വിനീതിനോടൊപ്പം ചാപ്പാ കുരിശ് എന്ന് പറഞ്ഞൊരു സിനിമയാണ് അഭിനയിച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്തത് 22 FK. അത് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അന്ന്, ഇത് തുടങ്ങുമ്പോൾ. അതിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് വരുന്നത്. ഇതിൻ്റെ ബാലൻസ് ഷൂട്ടിംഗ് ഒറ്റപ്പാലത്തായിരുന്നു. അഗെയിൻ ഒരു 10-15 ദിവസം ഒറ്റപ്പാലത്ത് ഡയമണ്ട് നെക്ലസിൻ്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ആ സിനിമയിലൂടെയാണ് അനുശ്രീ നായികയായിട്ട് രംഗത്ത് വരുന്നത്. ഗൗതമി നായർ അവരുടെ 2ാമത്തെ സിനിമയായിരുന്നു ഡയമണ്ട് നെക്ലസ്. അങ്ങനെ കുറേ പുതിയ ആളുകളുടെ വരവും ഒക്കെ ആ സിനിമയിലൂടെ ഉണ്ടായി. ഡയമണ്ട് നെക്ലസ് തിയേറ്ററിൽ നല്ല വിജയം വരിച്ചു. എഗെയിൻ ഡയമണ്ട് നെക്ലസ് റിലീസ് ചെയ്ത സമയത്ത് കൂടെ മല്ലു സിംഗ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ടായിരുന്നു. ഉണ്ണി മുകുന്ദനും കുഞ്ചാക്കോ ബോബനും ബിജു മേനോനും അഭിനയിച്ച ഒരു സിനിമ. അപ്പം നാച്ചുറലി ആദ്യത്തെ കമേഴ്ഷ്യൽ ആളുകളുടെ ഇൻട്രസ്റ്റ് ആ സിനിമയായിരുന്നു, ഡയമണ്ട് നെക്ലസും. പക്ഷെ അതിൻ്റെ ഒപ്പം ആളുകൾക്ക് ഇഷ്ടമായി. മല്ലു സിംഗിൻ്റെ അത്രയും തിയേറ്റർ കളക്ഷൻ കിട്ടിയോയെന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷെ നമ്മളുടെ സിനിമയും വിജയമായി. LJ ഫിലിംസ് എന്ന് പറയുന്ന നിർമ്മാണ വിതരണ കമ്പനി ഈ ഡയമണ്ട് നെക്ലസ് എന്ന് പറയുന്ന സിനിമയിലൂടെ വിജയകരമായിട്ട് ലോഞ്ച് ചെയ്തു. മലയാള സിനിമയിൽ തുടർന്നുള്ള 10 വർഷങ്ങൾ LJ ഫിലിംസ് വിജയകരമായി മുന്നോട്ട് പോയി. ഒരുപാട് നല്ല സിനിമകൾ, പുതിയ ഒരുപാട് ആളുകളുടെ സിനിമകൾ, പുതിയ ഒരുപാട് കലാകാരന്മാരുടെ ആദ്യ സിനിമകളൊക്കെ LJ ഫിലിംസിലൂടെ പിന്നീട് രംഗത്ത് വന്നു. ശ്രീനേട്ടൻ്റെ ഒരു അനുഗ്രഹവും ശ്രീനേട്ടൻ്റെ ഒരു സപ്പോർട്ടും അതിന് വലിയൊരു കാരണമാണ്. കാരണം LJ ഫിലിംസിൻ്റെ 2ാമത്തെ സിനിമ, ഡയമണ്ട് നെക്ലസിന് ശേഷം LJ ഫിലിംസ് ചെയ്യുന്ന 2ാമത്തെ സിനിമ തട്ടത്തിൻ മറയത്ത് എന്ന് പറയുന്ന സിനിമയാണ്. ശ്രീനേട്ടൻ്റെ മകൻ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന 2ാമത്തെ സിനിമ. അതിൻ്റെ നിർമ്മാതാക്കൾ ശ്രീനേട്ടനും മുകേഷ് ഏട്ടനുമായിരുന്നു. അങ്ങനെ ആ സിനിമ ശ്രീനേട്ടൻ LJ ഫിലിംസിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി തന്നു. അപ്പോൾ അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യവും വലിയ അനുഗ്രഹമായി. കാരണം ഡയമണ്ട് നെക്ലസിന് ശേഷം അതിൻ്റെ തുടർച്ചയായിട്ട് തട്ടത്തിൻ മറയത്ത് പോലെ ഒരു ഗംഭീര സിനിമ ഞങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റി. അതൊരു വലിയ വിജയമായി. ഡയമണ്ട് നെക്ലസിനേക്കാൾ വലിയ വിജയമായി തട്ടത്തിൻ മറയത്ത്. അത് LJ ഫിലിംസിൻ്റെ ഒരു ബേസ് സ്ട്രോങ് ആവാൻ വലിയ സഹായമായി. ഡയമണ്ട് നെക്ലസ്
റിലീസ് ചെയ്ത് LJ ഫിലിംസ് രംഗത്ത് വന്നു. രണ്ടാമത്തെ സിനിമയായിട്ട് ശ്രീനിയേട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത തട്ടത്തിൻ മറയത്ത് എന്ന് പറയുന്ന സിനിമ LJ ഫിലിംസ് റിലീസ് ചെയ്തു. അത് വലിയ വിജയമായി. അപ്പോൾ എൻ്റെ ഒരു കഥയിൽ ഞാൻ ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരിക്കുമ്പോൾ ശ്രീനിയേട്ടനായിട്ട് അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് രണ്ടാമത് വർക്ക് ചെയ്ത സിനിമയിൽ തന്നെ ശ്രീനിയേട്ടനെ പരിചയപ്പെട്ടു. അത് കഴിഞ്ഞ് ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത വധു ഡോക്ടറാണ് എന്ന സിനിമയിൽ അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് അദ്ദേഹം തിരക്കഥ എഴുതിയ മറവത്തൂർ കനവ് എൻ്റെ ആദ്യത്തെ സിനിമയായി ഞാൻ ഡയറക്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് അറബിക്കഥ എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം നായകനായിട്ട് അഭിനയിച്ചു. മറവത്തൂർ കനവിൽ അദ്ദേഹം നായകനായിരുന്നില്ല, തിരക്കഥാകൃത്തും അതിലൊരു സപ്പോർട്ടിങ് റോളും മാത്രമായിരുന്നു അദ്ദേഹം ചെയ്തത്. പക്ഷെ അറബിക്കഥ എന്ന സിനിമയിൽ അദ്ദേഹത്തെ നായകനാക്കി ഞാൻ ചെയ്തു. അത് കഴിഞ്ഞ് എൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രൊഡക്ഷൻ കമ്പനിയുടെ ആദ്യത്തെ സിനിമ ഡയമണ്ട് നെക്ലസിൽ ശ്രീനിയേട്ടൻ അഭിനയിച്ചു. അത് കഴിഞ്ഞ് ശ്രീനിയേട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത സിനിമ എൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഞങ്ങളുടെ രണ്ടാളുകൾ, സിനിമയിൽ ഉള്ള രണ്ടാളുകൾക്ക് ഇടയിൽ സംഭവിക്കാവുന്ന ഒരുവിധം എല്ലാ കോമ്പിനേഷൻസും ഞങ്ങൾക്കിടയിൽ സംഭവിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തു, അദ്ദേഹത്തിൻ്റെ കൂടെ അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്തു, അദ്ദേഹത്തിൻ്റെ തിരക്കഥ സംവിധാനം ചെയ്തു, അദ്ദേഹം ഞാൻ നിർമ്മിച്ച സിനിമയിൽ അഭിനയിച്ചു, അദ്ദേഹം നിർമ്മിച്ച സിനിമ ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഇനി എന്താ ബാക്കി? ഇനിയൊന്നും ബാക്കിയില്ല എന്ന് വിചാരിച്ചു. ആ കാലത്ത് അറബിക്കഥ കഴിഞ്ഞു, ഡയമണ്ട് നെക്ലസ് കഴിഞ്ഞു, അയാളും ഞാനും തമ്മിൽ എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞു, ഇമാനുവൽ കഴിഞ്ഞു, 7 സുന്ദര രാത്രികളൊക്കെ കഴിഞ്ഞ് ആ സമയത്ത് കറക്റ്റ് ടൈം ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല, നവരസ എന്ന് പറയുന്ന ഒരു അഡ്വർടൈസ്മെൻറ്റ് കമ്പനി എൻ്റെ ഒരു സഹപ്രവർത്തകനും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുമായ രതീഷ് അമ്പാട്ട് എൻ്റെ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ, രണ്ടാം ഭാവം, മീശമാധവൻ തുടങ്ങിയ സിനിമകളിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് രതീഷ് അമ്പാട്ട്. അപ്പോൾ രതീഷ് അമ്പാട്ട് അഡ്വർടൈസ്മെൻറ്റ് മേഖലയിലും വർക്ക് ചെയ്യുന്നുണ്ട്. ബാംഗ്ലൂരും കേരളത്തിലും ഒക്കെ ആയിട്ട് അഡ്വർടൈസ്മെൻറ്റ്സ് ഡയറക്റ്റ് ചെയ്യുന്ന ആളാണ് രതീഷ് അമ്പാട്ട്. എൻ്റെ കൂടെ അസോസിയേറ്റായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വളരെ അടുത്ത സൗഹൃദമുണ്ട്. പലരും എൻ്റെ അനിയനാണോ രതീഷ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ രതീഷ് ഒരു ദിവസം പറഞ്ഞു, ലാലോട്ട് അങ്ങനെ നവരസ ഫിലിംസ് ആഡ്സൊക്കെ ചെയ്യുന്ന നവരസ ഫിലിംസിൻ്റെ ശ്രീജിത്ത് ലാലേട്ടന് ഒന്ന് വന്ന് കാണാൻ വരണം എന്ന് പറയുന്നുണ്ട്. അവർക്കൊരു ആഡ് ഷോർട്ട് ഫിലിം ചെയ്യാൻ പദ്ധതിയുണ്ട്. അങ്ങനെ ഒരു പരിപാടി ഇതുവരെ കേരളത്തിലുണ്ടായിട്ടില്ല. അതായത് ആഡ് ഫിലിംസ് എന്ന് പറഞ്ഞാൽ പരമാവധി 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ്, കോർപ്പറേറ്റ് ഫിലിംസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു 3 മിനിറ്റ് 5 മിനിറ്റ്. ഇത് 30 മിനിറ്റുള്ള ഒരു ഫിലിം, പക്ഷെ അതൊരു പരസ്യ ചിത്രമാണ്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ വരണമെന്നൊരു ചേട്ടന് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വന്നത് അത് കൊള്ളാലോ, ഒരു പുതിയ ഐഡിയ ഉള്ളത്, ഞാൻ കേൾക്കാം, എന്താണ് അവരുടെ ഐഡിയ എന്ന് നോക്കാം, എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീജിത്ത് എന്നെ കാണാൻ വന്നു. അപ്പോൾ വന്നപ്പോഴാണ് അവരുടെ ഒരു ഐഡിയ പറയുന്നത്. ജോൺ മാത്യു എന്ന് പറയുന്ന ആളാണ് അതിന് തിരക്കഥ എഴുതിയിരിക്കുന്നത്. 1/2 മണിക്കൂർ നീളമുള്ള ഒരു ആഡ് ഷോട്ട് എന്നാണ് അതിന് അവർ കൊടുത്തിരിക്കുന്ന പേര്, ആഡ് ഷോർട്ട് ഫിലിം. അപ്പോൾ ആ കഥയുടെ പ്രത്യേകത, അത് കഥ പറയുമ്പോൾ എന്ന് പറയുന്ന ശ്രീനിയേട്ടൻ സ്ക്രിപ്റ്റ് എഴുതിയ സിനിമയെ ബേസ് ചെയ്തിട്ടാണ് ഈ കഥ. ഇവരിതിനിട്ടിരിക്കുന്ന പേര് കഥ വീണ്ടും പറയുമ്പോൾ എന്നാണ്. അപ്പോൾ ശ്രീനിയേട്ടനും സലീം കുമാറും മീനയും ആ കഥ പറയുമ്പോൾ എന്ന് ഉള്ള സിനിമയുടെ പ്രധാന റോളുകളിൽ അഭിനയിച്ച ആളുകളെല്ലാം ഈ സിനിമയിലും വേണം.
ആ സിനിമയിൽ ശ്രീനേട്ടൻ്റെ ബാർബർ ബാലൻ എന്ന് പറയുന്ന കഥാപാത്രത്തിനെയും കുടുംബത്തെയും എടുത്തിട്ട് ഒരു പുതിയ കഥ പറയുകയാണ്. ഇസാഫ് ബാങ്കിൻ്റെ ഒരു പരസ്യ ചിത്രമാണത്. ഇപ്പോൾ ഇസാഫ് ബാങ്ക് എന്ന് പറയുന്ന ബാങ്ക് ഗ്രാമങ്ങളിലൊക്കെ സ്ത്രീകൾക്ക് ലോണുകൾ കൊടുക്കും. സ്ത്രീകൾക്ക് ലോണുകൾ കൊടുക്കുള്ളൂ. ഒരു 10 സ്ത്രീകളെ ചേർത്തിട്ട് അവർക്കൊരു എമൗണ്ട് ലോൺ കൊടുക്കും. അവർ 10 പേരും അതിലൊരാൾ അടവ് വീഴ്ച വരുത്തിയാലും അത് മറ്റുള്ളവരടയ്ക്കണം. അങ്ങനെ പരസ്പര ഉത്തരവാദിത്വത്തിൽ ലോൺ കൊടുക്കും ഇസാഫ് ബാങ്ക്. അപ്പോൾ അങ്ങനെ ഇസാഫ് ബാങ്കിന് ബ്രാഞ്ചസ് ഇല്ലാത്ത സ്ഥലത്തും അവർ ഈ ലോണുകൾ കൊടുക്കുകയും ഈ സ്ത്രീകളുടെ ചില സംഘങ്ങൾ രൂപീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇവർ മീറ്റിങ്ങിന് പോകുമ്പോൾ ഈ സ്ത്രീകളുടെ മീറ്റിംഗ് കുറേ പേരുണ്ടാവും. 500-1000 പേരൊക്കെ 1000 സ്ത്രീകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കാനാണ് ഈ സിനിമ. പിന്നെ ഇവരുടെ ഫംഗ്ഷനുകളിലുമൊക്കെ ഈ സിനിമ പ്രദർശിപ്പിക്കും. അങ്ങനെ എനിക്കതൊരു കൗതുകമുള്ള കാര്യമായി തോന്നി. ഞാൻ പറഞ്ഞത് ശ്രീനേട്ടനായിട്ടൊക്കെ ഞാൻ സംസാരിക്കാം, അവർ സമ്മതിക്കുമെന്ന് അറിയില്ല. പിന്നെ അതിൻ്റെ ഡയറക്ടർ, കഥ പറയുമ്പോഴുടെ ഡയറക്ടർ മോഹനോട് പറയണം. പ്രാഥമികമായിട്ട് ശ്രീനേട്ടനോട് പറയണം. അദ്ദേഹത്തിൻ്റെയാണ് തിരക്കഥയും ആ ക്യാരക്ടേഴ്സൊക്കെ അദ്ദേഹത്തിൻ്റെയാണ്. അങ്ങനെ ജോൺ എഴുതിയ തിരക്കഥയുമായിട്ട് ഞാൻ ശ്രീനേട്ടനെ പോയി കണ്ടു. ഇങ്ങനൊരു തിരക്കഥ, ഇങ്ങനൊരു പരിപാടിയാണ്, ശ്രീനേട്ടൻ അഭിനയിക്കാൻ വിരോധമല്ലെങ്കിൽ നമുക്കതൊന്ന് ചെയ്യാമായിരുന്നു. ഒരു കൗതുകമുള്ള കാര്യമാണ്. സിനിമ അല്ലാണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റുക. അങ്ങനെ ശ്രീനേട്ടന്, ഞാനത് ശ്രീനേട്ടൻ സമ്മതിക്കില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ശ്രീനേട്ടന് അത് രസകരമായി തോന്നി. ആ സ്ക്രിപ്റ്റ് ശ്രീനേട്ടന് ഇഷ്ടമായി. ശ്രീനേട്ടൻ നമുക്ക് ചെയ്യാം, അതൊരു പുതിയ കാര്യമാണല്ലോ, ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാത്തൊരു പുതിയ കാര്യം നമ്മൾ രണ്ടുപേരും കൂടി ചെയ്യല്ലേ, നമുക്ക് ചെയ്യാമെന്ന്. അങ്ങനെ പക്ഷെ ഭയങ്കര ലിമിറ്റേഷൻ ഉണ്ട്. 3 ദിവസം 4 ദിവസം മറ്റോ, ആകെ 3 ദിവസം മറ്റേ ഉള്ളൂ. ശ്രീനേട്ടൻ 3 ദിവസമുണ്ട്. ഈ സലീം കുമാറൊക്കെ ഹാഫ് ഡേ അങ്ങനെ എന്തോ ഉള്ളൂ. അപ്പോൾ ആ സിനിമയിൽ വ്യത്യസ്തനാമൊരു ബാർബറാം ബാലൻ, ആ പാട്ട് വേറെ വരികളിൽ പാടണം. ഈ കഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ അതേ ട്യൂണിൽ പാടണം. അപ്പോൾ ഞാൻ ജയചന്ദ്രൻ, അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ജയചന്ദ്രനെ വിളിച്ചു. പറഞ്ഞത് ഇങ്ങനെ ഒരു സാധനം ശ്രീനേട്ടനൊക്കെ അഭിനയിക്കുന്നുണ്ട്, അതിനെ റീക്രിയേറ്റ് ചെയ്യണം. അപ്പം അങ്ങനെ ഒരു പരിപാടി ഇതുവരെ ഉണ്ടായിട്ടില്ല, ആദ്യമായിട്ടാണ്. അപ്പോൾ അത് നിങ്ങൾ തന്നെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, നിങ്ങളുടെ ട്യൂണാണല്ലോ. അപ്പോൾ ഞാൻ ആ ലിറിക്സ് അയച്ചു തരാം, ഒന്ന് അത് റെക്കോർഡ് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചു. എന്നിട്ട് ആ പാട്ട് പാടിയ പ്രദീപ് തന്നെ ഈ പാട്ടും പാടി. അങ്ങനെ ആ പാട്ട് റെക്കോർഡ് ചെയ്ത് വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് ഈ യൂട്യൂബിലൊക്കെ ഉണ്ടാവും. നവരസ ഫിലിംസിൻ്റെ കഥ വീണ്ടും പറയുമ്പോൾ ഇസാഫിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ഫിലിമാണ്. ഇസാഫ് ബാങ്കിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ആഡ് ഷോർട്ട് ഫിലിമാണ്. അങ്ങനെ ആ സിനിമ ചെയ്തു. ശ്രീനേട്ടൻ അതിലഭിനയിച്ചു, സലീം കുമാർ അഭിനയിച്ചു. മീന ആദ്യമായിട്ട് എൻ്റെ ഒരു സിനിമയിൽ അഭിനയിക്കുന്നത് ആ സിനിമയിലാണ്. കുറേ പേര്, കൗതുകകരമായ കുറേ കാസ്റ്റിംഗ് ഉണ്ടായിരുന്നു അതിൽ ഈ ജിയോ ബേബി എന്ന് പറയുന്ന ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു ഇതിൻ്റെ ഷൂട്ടിങ്. അപ്പോൾ അദ്ദേഹം അതിലൊരു ചെറിയ റോളിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ അതൊരു കൗതുകമുള്ള ഒരു അനുഭവമായിരുന്നു. ശ്രീനേട്ടനും അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത്. ഞങ്ങൾ ഡബ് ചെയ്തു. ഡബിങ് സമയത്തും അത് കഴിഞ്ഞിട്ട് അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആ ഫിലിം ശ്രീനേട്ടനെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ശ്രീനേട്ടനത് ഇഷ്ടമായി. നവരസയുടെ എല്ലാ ആഡ് ഫിലിംസും എഡിറ്റ് ചെയ്തിരുന്ന റഹ്മാൻ ആണ് ഈ സിനിമ എഡിറ്റ് ചെയ്തത്. ഒരു സങ്കടകരമായ കാര്യം എന്ന് വെച്ചാൽ ഈ സിനിമ എഡിറ്റ് ചെയ്ത് ഇതെല്ലാം യൂട്യൂബിലൊക്കെ റിലീസ് ചെയ്തു. കമ്പനിയുടെ ഒരു വലിയ ഫങ്ഷനിൽ ഇത് സിനിമ റിലീസ് ചെയ്തു. അവരൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവർക്കൊക്കെ സിനിമ ഭയങ്കര ഇഷ്ടമായി. ഈ എഡിറ്റർ പിന്നീട് ഒരു 3-4 മാസം കഴിഞ്ഞിട്ട് ഒരു പനി വന്നിട്ട് ആൾ മരിച്ചുപോയി. നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഒരു ചെറുപ്പക്കാരൻ, നല്ല മിടുക്കനായിട്ടുള്ളൊരു ചെറുപ്പക്കാരൻ, എഡിറ്റിങ്ങിൽ നല്ല ഫ്യൂച്ചർ ഉണ്ടായിരുന്ന ഒരാൾ, വെറുതെ ഒരു പനി വന്നിട്ട് ആൾ മരിച്ചുപോയി. അതൊരു ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ഓർമ്മയാണ്.
അങ്ങനെ ശ്രീനേട്ടനുമായിട്ട് അടുത്ത ഒരു ഘട്ടം ഒരു ആഡ് ഷോട്ടിൽ എനിക്കങ്ങനെ ശ്രീനേട്ടൻ ആദ്യമായിട്ടും അവസാനമായിട്ടും അങ്ങനൊരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചത് ഈ ഈ കഥ വീണ്ടും പറയുമ്പോൾ എന്ന ഷോർട്ട് ഫിലിമായിരിക്കും. അതും എനിക്ക് അദ്ദേഹത്തോടൊപ്പം ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെ ഈ ഷോർട്ട് ഫിലിമിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ശ്രീനേട്ടൻ എന്നെ വിളിച്ചു. ശ്രീനേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനൊരു കഥ കേട്ടു, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കഥ, നീ ഒന്ന് ഇതുവരെ വരാമോ, നമുക്കത് സിനിമയാക്കാൻ പറ്റുമെന്ന് നോക്കാം. അങ്ങനെ ഞാൻ ശ്രീനേട്ടനെ കാണാൻ പോയി. അപ്പോൾ ആ ശ്രീനേട്ടൻ ഭയങ്കര എക്സൈറ്റഡാണ്. അപ്പോൾ അതൊരു ക്രൈം ത്രില്ലറാണ്. അതിൻ്റെ കഥ ശ്രീനേട്ടനോട് പറഞ്ഞു. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ശ്രീനേട്ടനും ഒരു യുവ നായകനും വേണം. അങ്ങനെ നമ്മളന്ന് ജസ്റ്റ് രംഗത്ത് വന്നിട്ടേ ഉള്ളൂ. ടൊവിനോ തോമസ്, ടൊവിനോ ഒന്നോ രണ്ടോ സിനിമകൾ, രണ്ടോ മൂന്നോ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളൂ. മെക്സിക്കൻ അപാരതയൊക്കെ വരുന്നതിന് മുമ്പാണ്. അപ്പോൾ ഈ സിനിമയിൽ ഒരു ഉഗ്രൻ ക്യാരക്ടറായിരുന്നത്. അപ്പം ശ്രീനേട്ടനും ടൊവിനോ, ശ്രീനേട്ടൻ കഥ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ടൊവിനോ എന്ന് പറഞ്ഞൊരു പുതിയ ആക്ടർ വന്നിട്ടുണ്ട്, അയാൾ കറക്റ്റായിരിക്കും ഈ റോള് എന്ന് പറഞ്ഞു. ശ്രീനേട്ടന് അറിയാം. അപ്പോൾ ശ്രീനേട്ടൻ പറഞ്ഞു, അയാൾ കൊള്ളാം, അയാൾ കറക്റ്റാക്കി എന്ന് പറഞ്ഞു. ഞങ്ങളിതിൻ്റെ ഡിസ്കഷൻ മുന്നോട്ട് പോയി. അപ്പം ശരി, കഥ ശ്രീനേട്ടൻ്റെ അല്ല, അത് ഫോർട്ട് കൊച്ചിയിലുള്ള ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ, വേറെ ഏതോ ഡയറക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ. അയാൾ സിനിമ ഇല്ലാത്ത സമയത്ത് ഓട്ടോറിക്ഷ, ഉപജീവനത്തിന് വേണ്ടി ഓട്ടോറിക്ഷ ഓടിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ വന്നിട്ട് ശ്രീനേട്ടനോട് ഈ കഥ പറഞ്ഞു. ശ്രീനേട്ടന് കഥ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അയാൾ പറഞ്ഞു, അയാളുടെ പെങ്ങളുടെ കല്യാണമാണ്, അത് നടത്താൻ പൈസയില്ല. അപ്പോൾ ശ്രീനേട്ടൻ ഇതിൻ്റെ പ്രതിഫലം എന്നുള്ള നിലയിലല്ല, ഒരു 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപ അയാൾക്ക് കൊടുത്തു പെങ്ങളുടെ കല്യാണത്തിന്. അയാളതും മേടിച്ച് പോയി. ഞാനും ശ്രീനേട്ടനും ഈ കഥയിൽ പലതവണ ശ്രീനേട്ടൻ്റെ വീട്ടിൽ ഞാൻ പോയി ഇരുന്ന് ചർച്ച ചെയ്തു. അങ്ങനെ ഒരു പ്രാവശ്യം ശ്രീനേട്ടൻ പറഞ്ഞു, അത് എഴുതണം, എവിടെയെങ്കിലും ഒന്ന് മാറി ഇരുന്ന് എഴുതണം. മദ്രാസിൽ ഞാൻ വേറൊരു കാര്യത്തിന് പോകുന്നുണ്ട്, അപ്പോൾ അവിടെ ഒരു റൂം സെറ്റപ്പ് ശരിയാക്കി തന്നാൽ ഞാൻ അവിടെ ഇരുന്ന് എഴുതിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ LJ ഫിലിംസിൻ്റെ എൻ്റെ പാർട്ട്ണറും ജനറൽ മാനേജറുമായിട്ടുള്ള വിനോദ് ഷൊർണൂരിനെ വിളിച്ചു പറഞ്ഞു. വിനോദ് ഷൊർണൂർ മദ്രാസിൽ ശ്രീനേട്ടന് എഴുതാനിരിക്കാനുള്ള റൂമൊക്കെ ശരിയാക്കി, അവിടെ ഒരു കുക്കിനെ ശരിയാക്കി കൊടുത്തു. അങ്ങനെ ശ്രീനേട്ടൻ അവിടെ ഇരുന്നിട്ട് സ്ക്രിപ്റ്റ് എഴുതി. അപ്പോൾ ആ സമയത്ത് ഞാൻ ടൊവിനോനെ ചെന്ന് കണ്ടു. ടൊവിനോ അടുത്ത് പറഞ്ഞു, ഞാനിങ്ങനെ ഒരു കഥ ആലോചിക്കുന്നുണ്ട്, ശ്രീനിവാസനാണ് തിരക്കഥ, നീയും ശ്രീനേട്ടനുമാണ് പ്രധാന വേഷങ്ങളിൽ എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ടൊവിനോ അന്ന് ഭയങ്കര ഹാപ്പിയാണ്, എക്സൈറ്റഡാണ്. ശ്രീനേട്ടൻ്റെ ഒരു സ്ക്രിപ്റ്റിൽ അഭിനയിക്കുന്നു എന്നുള്ള എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ ഉണ്ട്. ഞാൻ അപ്പോൾ പുള്ളി സമ്മതം അറിയിച്ച് റെഡി ആകുമ്പോൾ പറഞ്ഞാൽ മതി, ടൈം ആകുമ്പോൾ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ ഞങ്ങൾക്ക് 2 പേർക്കും ഒരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. അപ്പോൾ ശ്രീനേട്ടനും എന്നെയും ഒരുമിച്ച് കമ്മിറ്റ് ചെയ്ത ഒരു പ്രൊഡ്യൂസറാണ്. അപ്പോൾ അദ്ദേഹം ആ ഒരു സീസണിൽ, അദ്ദേഹം ഗൾഫിൽ ആണ്, അപ്പോൾ ആ സീസണിൽ ഇദ്ദേഹത്തിന് ഫോണിൽ വിളിച്ചാൽ കിട്ടുന്നില്ല. എത്ര വിളിച്ചിട്ടും ഫോണിൽ കിട്ടുന്നില്ല. പലതരത്തിൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ച് പറ്റിയില്ല. അങ്ങനെ ഞാൻ ശ്രീനേട്ടനോട് പറഞ്ഞു, ഇപ്പോൾ പുള്ളി ഇത് വിട്ടുപോയതായിരിക്കും, ചെയ്യുന്നുണ്ടാവില്ല, എന്തെങ്കിലും തടസ്സം ഉണ്ടാവും, അപ്പോൾ ഇത് നമുക്ക് LJക്ക് ചെയ്യാം, കുഴപ്പമില്ല, നമ്മൾ പ്രൊഡക്ഷനെ കുറിച്ചൊന്നും ബേജാറാവേണ്ട, LJ ഫിലിംസ് ഉണ്ടല്ലോ, നമുക്കതിൽ അതിൻ്റെ ബാനറിൽ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എഴുതാനൊക്കെ അദ്ദേഹത്തിന് മദ്രാസിൽ ഇരുത്തിയത്. അങ്ങനെ അദ്ദേഹം മദ്രാസിൽ നിന്ന് തിരിച്ചു വന്നു. ആ 1 ലൈൻ എൻ്റെ കയ്യിൽ തന്നു. എന്നിട്ട് അതൊന്ന് വായിച്ച് നോക്ക് എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കിത്, ഞാൻ എൻ്റെ അസിസ്റ്റൻസിനൊക്കെ ആയിട്ട് വായിച്ച് ഇതൊന്ന് ചാർട്ട് ചെയ്യാം. 1 ലൈനാണ്, സ്ക്രിപ്റ്റ് ആയിട്ടില്ല, ജസ്റ്റ് 1 ലൈനാണ്. അങ്ങനെ ആ 1 ലൈൻ വെച്ചിട്ട് ഞാൻ എൻ്റെ അസോസിയേറ്റ് ഡയറക്ടേഴ്സിനെയും അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സിനെയും വിളിച്ചു വരുത്തി. ഞാൻ അവർക്ക് ആ സ്ക്രിപ്റ്റ് ഫുൾ വായിച്ചു കൊടുത്തു. ആ സ്ക്രിപ്റ്റ് ഫുൾ വായിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ അസോസിയേറ്റ് ആയിരുന്ന അനിൽ എബ്രഹാം പറഞ്ഞു, സാർ ഇതൊരു സ്പാനിഷ് സിനിമയാണ്, ഒരു സ്പാനിഷ് സിനിമയുടെ കഥയാണിത്, ഞാൻ ഈ സിനിമ കണ്ടിട്ടുണ്ടെന്ന്.
ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞാൽ ഒരിക്കലും ആവാൻ സാധ്യതയില്ല. ഇതൊരു ഫോർട്ട് കൊച്ചിയിലുള്ളൊരു അസിസ്റ്റൻറ്റ് ഡയറക്ടറുടെ കഥയാണ്. അവൻ വന്ന് ശ്രീനേട്ടനോട് പറഞ്ഞ കഥയാണ്. ശ്രീനേട്ടനോടൊക്കെ ഒരു സ്പാനിഷ് സിനിമയുടെ കഥയൊക്കെ ഒരാൾ വന്ന് പറയാൻ ധൈര്യം കാണിക്കുക. അപ്പോൾ അവൻ അല്ല സാർ, ഞാൻ കണ്ടാണ്, എൻ്റെ വീട്ടിൽ ഈ സാധനം ആ സിനിമ എൻ്റെ പെൻഡ്രൈവിലുണ്ടെന്നാണ്. അപ്പോൾ ഞാൻ അപ്പം തന്നെ എൻ്റെ കാർ കൊടുത്തിട്ട് പറഞ്ഞു, കോതമംഗലത്താണ് എൻ്റെ വീട്, പോയിട്ട് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അവനെ കോതമംഗലത്തേക്ക് വിട്ടു. അവൻ തിരിച്ചു വന്നു. ആ പെൻഡ്രൈവ് ഇട്ടിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് സിനിമ കണ്ടു. അപ്പം ഈ സിനിമ ഞാനോ ശ്രീനേട്ടനോ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ളത് വേറെ രീതിയിലാണ്. അതും ഈ സിനിമയായിട്ടൊരു ബന്ധമില്ല. പക്ഷേ അതിൻ്റെ ബേസിക് എലമെൻ്റ് എന്ന് പറയുന്നത് രണ്ടും സെയിമാണ്. ഇത് ഒരു സ്പാനിഷ് സിനിമയാണെന്നുള്ളത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാനങ്ങനെ തിരുവനന്തപുരത്ത് ശ്രീനേട്ടനെ കാണാൻ പോയി. അയാൾ ശശി എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് തിരുവനന്തപുരത്ത് നടക്കുകയാണ്. അപ്പോൾ ആ സെറ്റിൽ ഞാൻ പോയി. ഞാൻ ശ്രീനേട്ടനോട് പറഞ്ഞു, ശ്രീനേട്ടൻ നമ്മൾ ആലോചിച്ച സിനിമ ചെയ്യാൻ പറ്റുമെന്ന് സംശയമാണ്. അതേ കഥ ഒരു സ്പാനിഷ് ഫിലിമുണ്ട്. ആ സ്പാനിഷ് സിനിമയുടെ കഥ ഇത് തന്നെയാണ്. പക്ഷേ നമ്മൾ ആ സിനിമ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത് വേറൊരു രീതിയിലാണ്. പക്ഷെ അതിൻ്റെ ബേസിക് എലമെൻറ്റ് സെയിമാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ സിനിമയുടെ കഥയും എങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നതെന്നും പറഞ്ഞു കൊടുത്തു. അപ്പോൾ ശ്രീനേട്ടൻ പറഞ്ഞു, ഇതിന് ചെയ്യാൻ പറ്റില്ല, കാരണം ആ ബേസിക് എലമെൻറ്റ് സെയിം ആയതുകൊണ്ട് നമ്മളെങ്ങനെ മാറ്റി ചെയ്താലും നമ്മൾ ആ സിനിമ മോഷ്ടിച്ചു എന്നേ പറയുള്ളൂ, ഇത് ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് ശ്രീനേട്ടൻ കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. എന്നാലും അവൻ എന്നോടിത് ചെയ്തല്ലോ എന്നുള്ളൊരു ഭാവത്തിൽ ആ പയ്യനെ അത്രയും ശ്രീനേട്ടൻ വിശ്വസിച്ചു. കാരണം അവൻ പറഞ്ഞൊരു കഥയിൽ അത്രയും നല്ലൊരു കഥ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞല്ലോ എന്നുള്ള സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. ഒരു ക്ലിയർ കേസ് ഓഫ് ചീറ്റിംഗ് ആണ്. അങ്ങനെ അത് ഞങ്ങൾ ആ സിനിമ ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ തിരിച്ച് എറണാകുളത്ത് വന്നതിന് ശേഷം ടൊവിനോനെ പോയി കണ്ടു. ടൊവിനോട് പറഞ്ഞു, ഈ സിനിമ നടക്കില്ല, ഇതിങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ആ കഥ സെയിം കഥ ഒരു സ്പാനിഷ് സിനിമയുടെ കഥ അടിച്ചു മാറ്റിയിട്ട് ആ പയ്യൻ ശ്രീനേട്ടനോട് പറഞ്ഞതായിരുന്നു. നമ്മൾ ഫുൾ ഓൺലൈനൊക്കെ ചെയ്തതാണ്, പക്ഷെ അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വർഷങ്ങൾക്ക് ശേഷവും ടൊവിനോയുടെ ഉള്ളിൽ അതിൻ്റെ ഒരു വിഷമം ഇപ്പോഴും ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് മാറിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ടൊവിനോനെ കുറ്റം പറയാൻ പറ്റില്ല. അയാൾ ശ്രീനിവാസൻ സ്ക്രിപ്റ്റ് എഴുതുന്നത്. അപ്പം എൻ്റെ സിനിമ എന്നുള്ളത് പോട്ടെ, ശ്രീനിവാസൻ തിരക്കഥ എഴുതുന്ന ഒരു സിനിമയിൽ നായകനായിട്ട് അഭിനയിക്കാൻ പോകുന്നു എന്നുള്ളത് ആ കാലത്ത് അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സ്വപ്നമായിരുന്നു. കാരണം എനിക്കാണ് ആദ്യത്തെ വലിയ ഹിറ്റാവുന്ന നായകനായിട്ടുള്ള സിനിമ മെക്സിക്കൻ ഭാരതിയാണ്. അതിനു മുമ്പായിരുന്നു ഈ സിനിമ ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ ആ സമയത്ത് അത് അയാൾക്ക് ഭയങ്കര സങ്കടമായിട്ടുണ്ടാവും. അത് ഇപ്പോഴും ഉള്ളിലുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. നമുക്കത് എങ്ങനെയാണ് കറക്റ്റ് ചെയ്യാന്ന് എനിക്ക് അറിയില്ല. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, ആളുകൾ അത് കാലം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു സമയം വരും. അപ്പോൾ അത് ബോധ്യമാവും എന്ന് വിചാരിക്കാനേ പറ്റുള്ളൂ. നമ്മൾ എത്ര പറഞ്ഞാലും ചിലപ്പോൾ ആളുകളുടെ മനസ്സിൽ നിന്ന് അത് പോവില്ല. അത് അവരെ പറ്റിച്ചു എന്നവർക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും, അറിയില്ല. അങ്ങനെ അതൊരു ശ്രീനിയേട്ടനുമായിട്ട് ഞാൻ ഒരു സിനിമ അത്രമേൽ ആഗ്രഹിച്ചിരുന്നു. മറവത്തൂർ കനവിന് ശേഷം ഞാനും ശ്രീനിയേട്ടനും ഒരുമിച്ച് ശ്രീനിയേട്ടൻ തിരക്കഥ എഴുതി ഞാൻ ചെയ്യുന്നൊരു സിനിമ എന്നുള്ളത് എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു. ആ സ്വപ്നം തകർന്നുപോയി. ആ അസിസ്റ്റൻറ്റ് ഡയറക്ടർ, ഫോർട്ട് കൊച്ചിക്കാരൻ അസിസ്റ്റൻറ്റ് ഡയറക്ടർ അറിയുന്നില്ല അവൻ ചെയ്ത ഒരു 1.5 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് അവൻ ചെയ്ത ദ്രോഹം എത്ര ക്രൂരമാണെന്നുള്ളത് അവൻ അറിയുന്നില്ല. അത് ശ്രീനേട്ടനെയും ഭയങ്കരമായിട്ട് സങ്കടപ്പെടുത്തി കളഞ്ഞു. പൈസയല്ല പ്രശ്നം, ആ ഒരാളുടെ അധ്വാനം ഉണ്ടല്ലോ, അതിൻ്റെ മീതെ അയാൾ ചെയ്ത ഒരു അധ്വാനം, ഞാൻ കണ്ട സ്വപ്നങ്ങൾ, മറ്റൊരു ഈ ടൊവിനോ അതിൻ്റെ മീതെ വെച്ച പ്രതീക്ഷകൾ, അത്രയും പേരുടെ പ്രതീക്ഷകളെയും സ്വപ്നങ്ങളെയാണ് ഒരാളുടെ ചതി തകർത്ത് കളഞ്ഞത്. അങ്ങനെ ആ പ്രോജക്റ്റ് അങ്ങനെ പോയി. പിന്നെ
വേറൊന്നും ഞാൻ ഇടയ്ക്ക് ശ്രീനേട്ടനെ പോയി കാണും. ശ്രീനേട്ടനോട് അദ്ദേഹത്തിൻ്റെ എറണാകുളത്തുള്ള വീട്ടിലുള്ളപ്പോൾ ശ്രീനേട്ടനെ പോയി കാണും. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, വെറുതെ പോയിരുന്ന് എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറഞ്ഞങ്ങോട്ട് പോരും. അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ച് വിമല ടീച്ചർ ഉണ്ടാക്കി തരുന്ന ചായയും അവിടുത്തെ തോട്ടത്തിലുണ്ടായ പഴമൊക്കെ തിന്നിട്ട് ഇങ്ങോട്ട് പോരും. അങ്ങനെ ഒരു ദിവസം ഒരു ദിവസം ഡയറക്ടർ ജിസ് ജോയ് എന്നെ വിളിക്കുന്നു, ഒന്ന് കാണണമെന്ന് പറയുന്നു. ഞാൻ എന്താണോ എന്ന് വെച്ച് വരാൻ പറഞ്ഞു. അവർ ഫ്ലാറ്റിൽ അവർ വന്നിട്ട് എന്നോട് ഒരു കഥ പറയുന്നു, ഒരു സിനിമയുടെ കഥ പറയുന്നു. ജിസ് ജോയെ കൊണ്ടുവരുന്നത് എൻ്റെ സിനിമ പട്ടാളത്തിൽ നായികയായിട്ട് അഭിനയിച്ച ടെസയുടെ ബ്രദറുണ്ട് ഔസേപ്പാണ് ജിസ് ജോയെ കൊണ്ടുവരുന്നത്. അങ്ങനെ ഒരു കഥ പറയാണ്. അത് സൺഡേ ഹോളിഡേ എന്ന് പറഞ്ഞ സിനിമയുടെ കഥയാണ്. സൺഡേ ഹോളിഡേ എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ ഡേവിഡ് ജോൺ എന്ന് പറയുന്ന ഒരു സംവിധായകനായിട്ട് അഭിനയിക്കണം. ശ്രീനിയേട്ടൻ അതിൽ ഈ ഡേവിഡ് ജോൺ എന്ന് പറഞ്ഞ ഡയറക്ടറോട് കഥ പറയാൻ വരുന്ന, തിരക്കഥാകൃത്താവാൻ ആഗ്രഹിച്ച് കഥ പറയാൻ വരുന്ന ഒരു റൈറ്ററായിട്ട് ആണ് അഭിനയിക്കുന്നത്. അപ്പം ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ശ്രീനിവാസനാണ് എൻ്റെ ആദ്യത്തെ സിനിമയുടെ തിരക്കഥ എഴുതിയ ആൾ. അദ്ദേഹത്തിൻ്റെ ഒരു വാക്കാണ് ഞാൻ സംവിധായകനാവാൻ കാരണം. അദ്ദേഹം എൻ്റെ അടുത്ത് ഒരു കഥ പറയാൻ വരുന്നു, തിരക്കഥാകൃത്തായിട്ട് അവസരം ചോദിച്ചു വരുന്നു എന്ന് പറഞ്ഞാൽ അത് ആളുകൾ എങ്ങനെ എടുക്കും? ആളുകൾ അത് വിശ്വസിക്കുകയോ അല്ലെങ്കിൽ ആളുകൾ അതിനെ പരിഹരിക്കില്ലേ? അത് ഇത്തിരി ഓവറായി പോവില്ലേ? നിങ്ങൾ സത്യനന്ദിക്കാടോ അല്ലെങ്കിൽ കമൽ സാറിനെ അല്ലെങ്കിൽ പ്രിയദർശനെ പോലെയുള്ള ഒരാൾ ആണെന്നുണ്ടെങ്കിൽ ആളുകൾ വിശ്വസിക്കും. എൻ്റെ അടുത്ത് വരുന്നു എന്ന് പറഞ്ഞാൽ അപ്പം എനിക്കറിയില്ല, ജിസ് പറഞ്ഞാൽ അത് വിശ്വസിച്ചോളും. സിനിമയുടെ ഒരു പോക്കിൽ അത് കുഴപ്പമുണ്ടാവില്ല. പിന്നെ ജിസിനും അപ്രോച്ച് ചെയ്യാവുന്ന ഒരാളെന്നുള്ള നിലയിൽ അങ്ങനെ ഞാൻ പറഞ്ഞു, ശ്രീനിയേട്ടന് വിരോധമില്ലെങ്കിൽ എനിക്ക് വിരോധമില്ല, ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ സൺഡേ ഹോളിഡേ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചു. സംവിധായകൻ ഡേവിഡ് ജോൺ ആയിട്ട് ഞാൻ അഭിനയിച്ചു. ക്ലാസ് മുറിയിലെ 50 or 60 വിദ്യാർത്ഥികളോട് സംവദിക്കുന്നത് പോലെ അല്ലല്ലോ സർ സിനിമ. നമ്മുടെ സ്വപ്നങ്ങൾ എഴുതാൻ, പ്രതിഷേധങ്ങൾ അറിയിക്കാൻ. ശ്രീനിയേട്ടൻ അതിൽ തിരക്കഥാകൃത്ത് ഉണ്ണി മുകുന്ദനായിട്ട് ശ്രീനിയേട്ടൻ അഭിനയിച്ചു. എൻ്റെ ജീവിതത്തിൽ ശ്രീനിയേട്ടനുമായിട്ടുള്ള എൻ്റെ ബന്ധത്തിൻ്റെ ഒരു സർക്കിള് പൂർത്തിയാവുമായിരുന്നു എന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നു. കാരണം ഞാൻ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യാതിരുന്ന ഒരൊറ്റ മേഖലയേ ഉള്ളൂ. ഒരിക്കലും അതിനൊരു സാധ്യത ഉണ്ടായിരുന്നില്ല, ഒരുമിച്ച് അഭിനയിക്കുക എന്ന് പറയുന്നത്. ഞങ്ങൾ ശ്രീനേട്ടൻ തിരക്കഥ എഴുതി, ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് ശ്രീനേട്ടനോടൊപ്പം വർക്ക് ചെയ്തു, അസോസിയേറ്റ് ഡയറക്ടറായിട്ട് ശ്രീനേട്ടനോടൊപ്പം വർക്ക് ചെയ്തു, ഞാൻ ഡയറക്ടറായിട്ട് എൻ്റെ തിരക്കഥാകൃത്തായിട്ട് അദ്ദേഹം വർക്ക് ചെയ്തു, ഞാൻ സംവിധായകനായിട്ട് എൻ്റെ നായകനായിട്ട് ശ്രീനേട്ടൻ എൻ്റെ ഒപ്പം വർക്ക് ചെയ്തു, ഞാൻ ചെയ്ത ഷോർട്ട് ഫിലിമിൽ ഷോർട്ട് ഫിലിമിൽ എൻ്റെ നായകനായിട്ട് അഭിനയിച്ചു. ഇപ്പോൾ ഞാനും അദ്ദേഹവും സംവിധായകനും തിരക്കഥാകൃത്തുമായിട്ട് ഒരു സിനിമയിൽ അഭിനയിച്ചു. ഇനി എല്ലാ കാലത്തും എനിക്ക് ആ സിനിമയിലെ സീനുകൾ എടുത്തു വെച്ചാൽ ഞാനും ശ്രീനിയേട്ടനുമായിട്ട് തിരക്കഥകൾ ചർച്ച ചെയ്തിരുന്ന ആ കാലം ഓർമ്മിക്കാൻ ദൈവം ഓർമ്മിക്കാൻ വേണ്ടിയിട്ടൊരു വീഡിയോ എടുത്തതുപോലെ ഞങ്ങൾ രണ്ടുപേരും സ്റ്റോറി ഡിസ്കസ് ചെയ്യുന്ന ഒരു സിനിമയിൽ വരികയാണ്. അത് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. കാരണം ഇത് ചിലപ്പോൾ നമ്മൾ ഈ ജന്മങ്ങളിലൊക്കെ വിശ്വസിച്ച് പോകും. പൂർവ്വ ജന്മത്തിൽ അദ്ദേഹവുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ടായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം വളരെ വളരെ കൃത്യമായ സമയത്ത് കൃത്യമായിട്ട് അദ്ദേഹം എന്നെ സപ്പോർട്ട് ചെയ്യുകയും എന്നെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് ആവശ്യം വന്ന സമയങ്ങളിലെല്ലാം അദ്ദേഹം എന്നോടൊപ്പം ഉണ്ടായിട്ടുണ്ട്. ഞാൻ കണ്ടിന്യൂ ചെയ്ത ഈ കരിയറിൽ തുടർച്ചയായിട്ട് അദ്ദേഹം എന്നോടൊപ്പം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ആവുന്നത് തൊട്ടുള്ള എൻ്റെ കരിയറിൻ്റെ കാവൽമാലാഖയായിരുന്നു ശ്രീനേട്ടൻ. സിനിമയിൽ
സംവിധായകൻ എന്നുള്ള നിലയിലുള്ള എൻ്റെ യാത്രയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ കാവൽമാലാഖയായിരുന്നു ശ്രീനേട്ടൻ. ശ്രീനേട്ടന് ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ മിസ് ചെയ്യും. അദ്ദേഹത്തിന് എന്നെക്കുറിച്ച് പരാതികളോ എതിരഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ എനിക്ക് എല്ലാ കാലത്തും അദ്ദേഹത്തോട് പറയാൻ ഒന്ന് മാത്രമേ ഉള്ളൂ: നന്ദി.